പൈനാപ്പിൾ സോഡ റെഡി. പിന്നെ നമുക്ക് വല്ല പാനീയത്തിൻ്റെയും കൂടെ ഒഴിച്ച് കൂട്ടാനും പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തത് വെറും 2 പൈനാപ്പിളിൻ്റെ തൊലി മാത്രം. പൈനാപ്പിൾ നമുക്ക് തിന്നാം, തൊലി മാറ്റി വയ്ക്കാം. അവസാനം തൊലി മാറ്റി വെച്ചിട്ട് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. പിന്നെ ഈ സോഡയ്ക്ക് ആവശ്യമുള്ളത് നല്ല ഉണങ്ങിയ വെള്ളമൊന്നുമില്ലാത്ത നല്ലൊരു ഗ്ലാസ് ജാറാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാരയും 2 സ്പൈസസ്, കരയാമ്പും കറുകപ്പട്ടയും. അങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കിയ നമ്മുടെ പൈനാപ്പിളിൻ്റെ തോല് നമ്മുടെ ഭരണിയിൽ നിറയ്ക്കലാണ് ഈ ചടങ്ങ്. അപ്പോൾ സ്പൈസസ് ആഡ് ചെയ്തു, പഞ്ചസാര ആഡ് ചെയ്തു. 1 കപ്പാണ് നമ്മളെടുത്ത്. അതിൽ തൊലിയൊക്കെ ഇട്ട് നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് വെച്ചു. നമ്മളത് അടച്ച് ഒരു 4 ദിവസം വെയിറ്റ് ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ അത് തുറന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു ഇളക്കണൊരു ചടങ്ങുണ്ട്, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇളക്കിയിട്ട് വേണം അടച്ചു വയ്ക്കാൻ. 4 ദിവസം കഴിഞ്ഞ് തുറന്ന് നല്ലപോലെ അരിച്ചെടുത്തു. അത് 2 കുപ്പികളിലാക്കിയിട്ട് വീണ്ടും 2 ദിവസം വെച്ചു. 3-ാം ദിവസം എടുത്തപ്പോൾ നല്ല പതഞ്ഞ് പോകുന്ന സാധനം